ഹലോ എവരിബഡി. ഞാനിന്ന് ഒരു വളരെ സിമ്പിളായിട്ടുള്ള മുന്തങ്കായയുടെ തോരനാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് വളരെ ഇപ്പോൾ ഹെവി ഒരു ഡിന്നറൊക്കെ കഴിച്ചിട്ട് വന്ന് പിറ്റേ ദിവസത്തെ ലഞ്ചിന് വളരെ ലൈറ്റായിട്ട് കഴിക്കാവുന്ന ഒരു സാധനമാണ്. പച്ചപ്പുളിശ്ശേരിയും ഈ കാത്തോരനൊക്കെ എൻ്റെ വയറിനൊക്കെ ഒരു സുഖമാണ്. അപ്പോൾ ആദ്യമായിട്ട് കായ തൊലിയെല്ലാം കളഞ്ഞ് ഇങ്ങനത്തെ ഇതെല്ലാ കടകളിലും കിട്ടുന്ന പച്ചക്കായ കിട്ടും, അല്ല വീടുകളിലൊക്കെ ഉണ്ട് മുന്തങ്കായ ഇങ്ങനത്തെ. അപ്പം തൊലിയൊക്കെ ചെത്തി പിന്നെ കൊച്ചു കഷ്ണങ്ങളായിട്ട് മഞ്ഞപ്പൊടി, വെള്ളത്തിൽ മഞ്ഞപ്പൊടി ഇട്ട് അതിലോട്ട് ഇട്ട് വയ്ക്കണം. എന്നിട്ട് നമ്മളൊരു 2-3 ഒലക്കലൊക്കെ ഒലയ്ക്കുമ്പോൾ അതിലൊക്കെ കറയൊക്കെ ഉണ്ട് എല്ലാം പോവും. അതിനരയ്ക്കാൻ ഒരു കപ്പ് തേങ്ങയുണ്ട്. അതിന് ഞാനൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ജീരകം, വെളുത്തുള്ളി ഒരു 3 പോട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 3 കായ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് 3 പോട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കരിവേപ്പില ധാരാളം വേണം. അത് നമ്മളിതെല്ലാം പിന്നെ വെന്ത് കഴിയുമ്പം കരിവേപ്പില ഇട്ടിട്ടാണ് വാങ്ങുന്നത്. ഈ പാകത്തിലാണ് കായ അരിഞ്ഞെടുക്കേണ്ടത് ചെറുതായിട്ട്. എന്നിട്ട് ഞാൻ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടിരിക്കുക. ഇത് വലിയ കറിയൊന്നുമില്ല, ഇങ്ങനൊന്ന് ഒരു വെള്ളത്തിൽ കൂടെ കഴുകി നമുക്ക് വേഗം വയ്ക്കാം. ഞാനീ കായൊക്കെ കഴുകി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ കായെല്ലാം കഴുകിയിട്ട് അടുപ്പിലോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഏകദേശം ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വേഗം വേഗം. അതുകൊണ്ട് ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കും. ഒഴിച്ച് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു കൊച്ചു സ്പൂൺ മുളക് പൊടി ഇടണം. നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക. കായൊക്കെ വെന്ത് കഴിഞ്ഞ് വേഗം വേകും. ഒരു 5 മിനിറ്റ് ഏകദേശം ആയേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ വേവാകുമ്പോൾ ഇച്ചിരി വെള്ളം കൂടെ വറ്റാനുണ്ട്. നമുക്ക് ഉപ്പൊക്കെ നിങ്ങൾ ആവശ്യാനുസരണം ഇടുക. കംപ്ലീറ്റ് ഒന്ന് കുറച്ചുകൂടെ വറ്റാനുണ്ട് വെള്ളം. അപ്പോൾ അതിനെ ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ജീരകവും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. തോരൻ്റെ അരപ്പ്. ഇനി ഞാൻ ഇതൊന്ന് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഉടയ്ക്കുവേ. കായ ഉടച്ചിട്ട് ഈ അരപ്പ് ഇടണം. തീ നല്ലപോലെ കുറച്ച് വെച്ചിരിക്കുക ഇപ്പം കേട്ടോ. ഇപ്പം ഞാൻ അരപ്പൊക്കെ ചേർത്ത് നല്ലപോലെ തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഒരു 2 ഇത് കരിവേപ്പില ഇതിലോട്ട് ഇടുകയാണ്. തീയൊക്കെ ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലോട്ട് ആക്കുക. നമ്മുടെ തോരനൊക്കെ റെഡിയായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ചെയ്യാതെ കടുക് വറുക്കാം. ചീനച്ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് കടുകും വറ്റലും മുളകും ഉഴുന്നുപരിപ്പും ഒക്കെ ഇട്ട് കടുക് വറുത്തിട്ട് തോരൻ അതിലോട്ട് തട്ടി ഇതാക്കാം. ഞാൻ സാധാരണ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തോരനാണ്. ഇത് നമുക്ക് വയറിനൊക്കെ നല്ല ആണ്, ഗ്യാസൊന്നുമില്ല, നല്ല സുഖമാണ് ഈ തോരനൊക്കെ കൂട്ടി ഊണൊക്കെ കഴിച്ചിരുന്നാൽ. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് കടുക് വറുക്കണമെങ്കിൽ കടുക് വറുത്ത് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.